എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടായാലും ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകില്ല തീർച്ചയെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ പൈലായ സ്ഫടിക പാത്രം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടായാലും ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകില്ല തീർച്ച. ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ആ വ്യക്തിയുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഭയമുണ്ടായി. നിങ്ങളെക്കുറിച്ച് ഒരുപാട് വ്യാജം ആളുകൾ പറഞ്ഞുണ്ടാക്കി. നിങ്ങളിൽ നിന്ന് സഹായം കിട്ടിയിട്ടും നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും ആളുകൾ നന്ദികേട് നിങ്ങളോട് കാണിച്ചു. മറ്റുള്ളവരോട് നിങ്ങൾ കാണിച്ച സ്നേഹം പോലെ ആയിരുന്നില്ല ആളുകൾ നിങ്ങളോട് കാണിച്ചത്. നിങ്ങളൊരാളെ കണ്ട് അയാളെ സഹായിക്കാനും അയാളുമായിട്ട് ജീവിതത്തിൽ നല്ല രീതിയിൽ പോകാനും ആഗ്രഹിച്ചു. ആ വ്യക്തിയുടെ നന്മ നിങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയെയും ആരെ സ്നേഹിച്ചോ അവർ നിങ്ങളെ വഞ്ചിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി. പിന്നീട് അവർ നിങ്ങളുടെ ആബ്സെൻസിൽ, നിങ്ങളുടെ രണ്ടുപേരുടെയും ആബ്സെൻസിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് മോശമായ കാര്യങ്ങളാണ്. നിങ്ങൾ പക്ഷേ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ, കുറേ നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങളതെങ്ങനെ അറിയുകയും നിങ്ങൾക്കത് മനോവിഷമം ഉണ്ടാകുകയും ചെയ്തു. അതായത് ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് നിങ്ങളോട് നേരിട്ട് നല്ല രീതിയിൽ പെരുമാറുകയും അതിനുശേഷം അവർ മറ്റുള്ളവരോട് വേറെ രീതിയിൽ പറയുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു മനോവിഷമം, ആ മനോവിഷമം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു മനോവിഷമമാണ്. ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് പോലും കുഴപ്പങ്ങളുണ്ടാക്കാൻ ചിലർ ശ്രമിച്ചു. നിങ്ങൾക്ക് ഭയമുണ്ടായി, ഞാനും എൻ്റെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം തകർന്നു പോകുമോ, എന്നെ എൻ്റെ വ്യക്തിയെയും ആളുകൾ അകറ്റുമോ, എന്നെ എൻ്റെ വ്യക്തിയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ, അങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ്. പക്ഷെ നിങ്ങളെ സമാധാനത്തോടെ മുന്നോട്ട് പോകാനോ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി അറിഞ്ഞ് നിങ്ങളെ സഹായിക്കാനോ ആരും തയ്യാറായില്ല. നേരെ മറിച്ച് ഉപദ്രവിക്കാനാണ് ആളുകൾ തയ്യാറായത്. ഉപദ്രവങ്ങൾ ഓരോന്നോരോന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കത് ഒരു വിഷമമായിട്ട് തോന്നി. എത്രയെത്ര പ്രതിസന്ധികൾ, എത്രയെത്ര പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായി. അതിൽ നിന്നും ഒക്കെ കരകയറാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറി മികച്ച ഒരു ജീവിതം നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. ആ ജീവിതം നിങ്ങൾക്ക് ഏറ്റവും തീക്ഷ്ണമായിട്ട് നിങ്ങൾക്ക് തോന്നി. എങ്ങനെ ഈ പ്രതിസന്ധികൾ, ആളുകൾ, നിങ്ങൾ ആത്മാർത്ഥമായ ആളുകളെ സ്നേഹിച്ചപ്പോൾ ആളുകൾ നിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചത്. എങ്ങനെ നിങ്ങൾക്ക് ആ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ടായി. ഏതെല്ലാം സാഹചര്യത്തിൽ, ഏതെല്ലാം പ്രതിസന്ധികളിൽ, ഏതെല്ലാം പ്രശ്നങ്ങളിൽ നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോയി. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നിമിഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് പ്രതിസന്ധികൾ ഒരുമിച്ച് തരണം ചെയ്തു വന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ ഒരുമിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖം തോന്നി. എങ്ങനെ ഞാൻ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യും, എങ്ങനെ ഞാൻ ഈ പ്രശ്നങ്ങളെ അതിജയിച്ച് മുന്നോട്ട് പോകും, എത്രയെത്ര പ്രശ്നങ്ങൾ ഞാൻ തരണം ചെയ്യുന്നു, എത്രയെത്ര പ്രശ്നങ്ങൾ ഞാൻ തരണം ചെയ്യുന്നു, ഇതിനെല്ലാം തരണം ചെയ്ത് എനിക്കെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, എൻ്റെ വ്യക്തിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. പലപ്പോഴും നിങ്ങൾ തകർന്നു പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. നിങ്ങളുടെ എല്ലാം അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നോ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടുമോ എന്നുള്ള ചിന്തകൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ നിലവിലുണ്ട്. മുന്നോട്ടുള്ള പ്രയാണം വളരെ ദൂഷ്യമാണ്, ഒന്നും നടക്കാത്തതാണെന്നുള്ള ചിന്തയുണ്ട്. പക്ഷെ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട. നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന
വലിയ ശക്തി, ആ ശക്തി നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഇല്ലാതെ നിങ്ങൾ ആശങ്കപ്പെടുന്ന എല്ലാ പ്രതിസന്ധികളും നിങ്ങൾക്ക് അനുകൂലമായി മാറും. നിങ്ങൾക്കത് കാണാൻ കഴിയും, നിങ്ങൾക്കത് കേൾക്കാൻ കഴിയും, നിങ്ങൾക്കത് അറിയാൻ കഴിയും. ഒരു പ്രതിസന്ധിയും നിങ്ങളെ ബാധിക്കില്ല. ചുറ്റും പ്രതിസന്ധികളാണെങ്കിലും നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ആ പ്രതിസന്ധികളുടെ മുള്ളുകൾ പുഷ്പങ്ങളായിട്ട് മാറും. നിങ്ങൾക്കത് കാണാൻ കഴിയും. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ എല്ലാ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. തെറ്റിദ്ധാരണകൾ മാറി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്കൊപ്പം നിലനിൽക്കുകയും നിലകൊള്ളുകയും ചെയ്യും. അടുത്തതായിട്ട് ചാരനിറത്തിലുള്ള പ്രാവ് പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ്. നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട് നിങ്ങളെ വിട്ട ആ വ്യക്തി പോകുമോ എന്നുള്ളത്. ആ വ്യക്തിയുടെ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലത് തോന്നുന്നു. എന്നെ വിട്ട് എൻ്റെ വ്യക്തി പോകുമോ, എന്നെ എന്നേക്കുമായിട്ട് ഒഴിവാക്കി എൻ്റെ വ്യക്തി പോകുമോ, എൻ്റെ വ്യക്തിക്ക് എന്നോട് എന്താണ് പിണക്കം, എന്തുകൊണ്ട് എൻ്റെ വ്യക്തി എന്നെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കാത്തതിൻ്റെ പല കാരണങ്ങളും നിങ്ങൾക്കറിയാം. അങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടോ ഓരോരുത്തരുടെയും ചിന്താഗതിയായിരിക്കാം. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില പ്രതിസന്ധികളുണ്ടായിരുന്നു നിങ്ങളെക്കുറിച്ച് തന്നെ. അത് ചില തെറ്റിദ്ധാരണകളായിരുന്നു. നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ എങ്ങനെയെങ്കിലും അകറ്റണമെന്ന് ആഗ്രഹിച്ച ചില ആളുകൾ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും മീതെ ചില വലകൾ വിരിച്ചിരുന്നു. അങ്ങനെ അതിൽ നിങ്ങളെ മാനസികമായി കുടുക്കുകയും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ അവർ ശ്രമിച്ചു. പക്ഷേ നിങ്ങൾ ആശങ്കപ്പെടുന്നത് പോലെ ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ദുഃഖമുണ്ട്, ഒരു വിഷമമുണ്ട്. കാരണം ആ വ്യക്തി എന്നെ വിട്ട് പോകുമോ എന്നുള്ളത്. പക്ഷെ അത് നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ആ വ്യക്തി നിങ്ങളെ വിട്ട് ഒരിക്കലും പോകില്ല. നിങ്ങളോട് വലിയ സ്നേഹവും വലിയ നന്മയും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ ആഗ്രഹിക്കുകയൊക്കെ ആ വ്യക്തി ചെയ്യുന്നു. ഒരിക്കലും ആ വ്യക്തിയെ നിങ്ങൾക്ക് മോശമാക്കുകയോ നിങ്ങൾക്ക് ആ വ്യക്തിയെ തകർക്കേണ്ടിയൊന്നും വരികയില്ല. ആ വ്യക്തി സ്വയം തകരുകയുമില്ല. ആ വ്യക്തിയാൽ നിങ്ങളും തകരുകയില്ല. കാരണം ആ വ്യക്തിയും നിങ്ങളും ശത്രുപക്ഷത്തല്ല. ചിലർ അങ്ങനെ ആയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിലടുപ്പിച്ച് അവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ആ നേട്ടങ്ങൾ അവർക്ക് ചില മെച്ചങ്ങളും ചില കണക്കുകൂട്ടലുകളും ഉണ്ട്. പക്ഷെ ഒരു കണക്കുകൂട്ടലുകളും അത്തരക്കാരുടെ വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകും. കാരണം നിങ്ങൾക്ക് ഊർജ്ജമായി, നിങ്ങൾക്ക് തണലായിട്ട് നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ആത്മവിശ്വാസക്കുറവ് നിങ്ങൾക്ക് കുറച്ചുണ്ട് ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ. അതിലിപ്പോൾ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയ കൈപ്പേറിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില ആത്മവിശ്വാസക്കുറവുകൾ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം. അങ്ങനെ ഒരു ആത്മവിശ്വാസക്കുറവിൻ്റെയും കാര്യമില്ല. കാരണം പോസിറ്റീവ് എനർജിയോടെ വളരെ കരുത്തോടെ വളരെ ശോഭയോടെ നിങ്ങൾക്ക് പോകാൻ കഴിയും. നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനോ ആർക്കും തകർക്കാനോ കഴിയില്ല. വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാനും അതുവഴി ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ലഭിക്കാനൊക്കെ ഉള്ള സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. ആരും നിങ്ങളെ തകർക്കാൻ വരില്ല. ആർക്കും നിങ്ങളെ തകർക്കാൻ സാധിക്കില്ല. എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആ വിജയം നിങ്ങൾ നേടുക തന്നെ ചെയ്യും. ഒരു പ്രതിസന്ധിയും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ വളരെ പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകും. എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചു എന്നുള്ള തോന്നൽ നിങ്ങൾ മാറ്റുക. ആ വ്യക്തിക്ക് അധികകാലം നിങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. ഇനി ആ വ്യക്തി നിങ്ങളോട് സ്നേഹം കൂടുതൽ കാണിക്കുകയും ആ വ്യക്തിയെ നിങ്ങളുടെ കാര്യത്തിൽ ആരാണോ തെറ്റിദ്ധരിപ്പിച്ചത് ആ ആളുകളോട് മാത്രമായിരിക്കും ആ വ്യക്തിക്ക് ദേഷ്യം, നിങ്ങളോട് സ്നേഹമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.